ഹൈദരാബാദിലെ മുച്ചിന്തലിലെ ശാന്തമായ അന്തരീക്ഷത്തിൽ ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന ഒരു അത്ഭുതമുണ്ട്. 11ാം നൂറ്റാണ്ടിലെ വിപ്ലവകാരിയായ സന്യാസി ശ്രീ രാമാനുജാചാര്യരുടെ സ്മരണയ്ക്കായി നിർമ്മിച്ച സമത്വ പ്രതിമ അഥവാ സ്റ്റാച്യു ഓഫ് എക്വാലിറ്റി. കേവലം ഒരു വിനോദസഞ്ചാര കേന്ദ്രം എന്നതിലുപരി 1000 വർഷങ്ങൾക്ക് മുമ്പ് ജാതിവിവേചനത്തിനെതിരെ പോരാടിയ ഒരു മഹാമനീഷിയുടെ ദർശനങ്ങൾ ശിലയിൽ കൊത്തിയെടുത്ത കാവ്യമാണിത്. ദൂരക്കാഴ്ചയിൽ തന്നെ നമ്മെ വിസ്മയിപ്പിക്കുന്നത് 216 അടി ഉയരത്തിൽ ധ്യാനനിമഗ്നനായി ഇരിക്കുന്ന ആചാര്യരൂപമാണ്. ഇരിക്കുന്ന രൂപത്തിലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ലോഹ പ്രതിമകളിൽ ഒന്നാണിത്. സ്വർണം, വെള്ളി, ചെമ്പ്, പിച്ചള, സിങ്ക് എന്നീ 5 ലോഹങ്ങൾ കൃത്യമായ അനുപാതത്തിൽ ചേർത്ത പഞ്ചലോഹം കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. സൂര്യപ്രകാശം തട്ടുമ്പോൾ സ്വർണവർണ്ണത്തിൽ തിളങ്ങുന്ന ഈ പ്രതിമ പ്രപഞ്ചത്തിലെ 5 മൂലകങ്ങളുടെയും ഒത്തുചേരലിനെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു കൂറ്റൻ താമരപ്പൂവിനുള്ളിൽ അഥവാ പത്മപീഠം ഇരിക്കുന്ന രീതിയിലുള്ള ഈ നിർമ്മിതിക്ക് താഴെയായി 54 അടി ഉയരമുള്ള ഭദ്രവേദി എന്ന കെട്ടിടമാണുള്ളത്. പ്രതിമയുടെ അടിത്തറയായ ഭദ്രവേദിക്കുള്ളിലേക്ക് കടക്കുമ്പോൾ നമ്മൾ എത്തുന്നത് മറ്റൊരു ലോകത്താണ്. ഇവിടെ രാമാനുജാചാര്യരുടെ ജീവിതവും അദ്ദേഹം സമൂഹത്തിൽ വരുത്തിയ മാറ്റങ്ങളും വിവരിക്കുന്ന അത്യാധുനിക മ്യൂസിയവും ഡിജിറ്റൽ ലൈബ്രറിയും ഒരുക്കിയിട്ടുണ്ട്. ഇതിനുള്ളിലെ മറ്റൊരു പ്രധാന ആകർഷണം 120 കിലോ സ്വർണത്തിൽ തീർത്ത ആചാര്യരുടെ ചെറിയൊരു വിഗ്രഹമാണ്. അദ്ദേഹം 120 വർഷം ജീവിച്ചിരുന്നു എന്നതിനെ സ്മരിക്കാനാണ് ഇത്രയും സ്വർണം ഉപയോഗിച്ചിരിക്കുന്നത്. ഭക്തിയും ആധുനിക സാങ്കേതികവിദ്യയും എങ്ങനെ ഇത്ര മനോഹരമായി സമ്മേളിക്കുന്നു എന്നതിന് ഇവിടം സാക്ഷ്യം വഹിക്കുന്നു. ഈ സമുച്ചയത്തിന്റെ മറ്റൊരു പ്രത്യേകത പ്രതിമയ്ക്ക് ചുറ്റുമുള്ള 108 ദിവ്യദേശങ്ങൾ ആണ്. ഇന്ത്യയിലുടനീളമുള്ള ഏറ്റവും പവിത്രമായ 108 വിഷ്ണു ക്ഷേത്രങ്ങളുടെ തനിമയാർന്ന പുനരാവിഷ്കാരമാണിത്. കല്ലിൽ കൊത്തിയെടുത്ത ഈ ക്ഷേത്രങ്ങളിലൂടെ നടക്കുമ്പോൾ വടക്കേ ഇന്ത്യയിലെ ബദരീനാഥും തെക്കേ ഇന്ത്യയിലെ തിരുപ്പതിയും ഒരേ സമയം സന്ദർശിച്ച അനുഭവം ഒരു സഞ്ചാരിക്കുണ്ടാകും. ശില്പകലയുടെ അതിമനോഹരമായ കാഴ്ചകളാണ് ഈ ഓരോ ക്ഷേത്രങ്ങളിലും നമ്മെ കാത്തിരിക്കുന്നത്. സന്ധ്യയാകുന്നതോടെ ഈ പ്രദേശം ഒരു വർണ്ണലോകമായി മാറും. ഇരുട്ട് പരക്കുമ്പോൾ പ്രതിമയ്ക്ക് ചുറ്റും തെളിയുന്ന ദീപാലങ്കാരങ്ങൾ ആരെയും മയക്കുന്നതാണ്. വൈകുന്നേരങ്ങളിൽ നടക്കുന്ന ലീല ജലനീരാജനം എന്ന മ്യൂസിക്കൽ ഫൗണ്ടൻ ഷോ ഇവിടുത്തെ ഒഴിവാക്കാനാവാത്ത കാഴ്ചയാണ്. സംഗീതവും ജലധാരകളും ലേസർ രശ്മികളും ചേർന്നൊരുക്കുന്ന ഈ ദൃശ്യവിരുന്ന് ആചാര്യരുടെ ദർശനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ പതിപ്പിക്കും. മനുഷ്യർക്കിടയിൽ ജാതിയോ മതമോ ലിംഗഭേദമോ പാടില്ലെന്നും എല്ലാവരും സമന്മാരാണെന്നും 1000 വർഷങ്ങൾക്ക് മുമ്പ് വിളിച്ചുപറഞ്ഞ ആ മഹാപുരുഷന്റെ സന്ദേശം ഇന്നത്തെ കാലഘട്ടത്തിലും എത്രത്തോളം പ്രസക്തമാണെന്ന് ഈ സ്ഥലം നമുക്ക് ഓർമ്മിപ്പിച്ചു തരുന്നു. കലയും ചരിത്രവും ആത്മീയതയും ഒത്തുചേരുന്ന ഈ മഹാത്ഭുതം ഹൈദരാബാദ് സന്ദർശിക്കുന്ന ഏതൊരാളും തീർച്ചയായും അനുഭവിച്ചറിയേണ്ട ഒന്നാണ്.